എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മേടക്കൂറിൻ്റെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ധനുമാസത്തിലെ മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇന്നിവിടെ വിവരിക്കുന്നത്. 1200 ആണ്ട് ധനുമാസത്തിൽ ജനിച്ചവർ മേടക്കൂറിൽ നക്ഷത്രമുള്ളവരുടെ ഫലങ്ങളാണ് വിവരിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ്. 16-12-2024 മുതൽ 13-1-2025 വരെയുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിൽ മേടം രാശിക്കാർക്ക് 4-1-2025 ബുധ-സൂര്യ, അതായത് ആദിത്യ ബുധയോഗം ഗുണഫലങ്ങൾ ചെയ്യുന്നു. കൂടാതെ 28-12-2024 ശുക്ര-ശനീശ്വര യോഗവും ഗുണം ലഭിക്കുന്നു. വലിയൊരു കാത്തിരിപ്പിന് ശേഷം ഈ മഹായോഗങ്ങൾ വളരെ ഗുണം ചെയ്യുന്നു. അസുഖങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാം. അരുചി മാത്രം അനുഭവപ്പെട്ടിരുന്നവർക്ക് നല്ല രുചി ലഭിക്കാം. നല്ല ഭക്ഷണവും ധനവും ആരോഗ്യവും ലഭിക്കുന്നു. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കാം. വ്യാപാരം ചെയ്യുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കും വ്യവസായികൾക്കും ഗുണകരമാകുന്നു ഈ യോഗങ്ങൾ. ഏലം, കറയാമ്പൂ, കച്ചോലം, ജാതി, ചുക്ക് എന്നീ സുഗന്ധദ്രവ്യങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക്, കുരുമുളകൊക്കെ അതിൽ പെടും, കൃഷി ചെയ്യുന്നവർക്ക് അത് വളരെ ഗുണം ചെയ്യുന്നു. വ്യാപാരം നടത്തുന്നവർക്കും ഏറെ ധനം ലഭിക്കുന്നു. വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു മാസമാണ്. സൂര്യൻ 9-ൽ, അതായത് ധനുക്കൂറിൽ, ധനുരാശി സൂര്യന് ബന്ധുക്ഷേത്രമാകിയാൽ സൂര്യൻ്റെ പാപത്വം കുറയുന്നു. അതിനാൽ വലിയ ആപത്തുകളുടെയും രോഗങ്ങളുടെയും കാഠിന്യം കുറയുന്നു. ചൊവ്വ കർക്കിടകത്തിൽ 4-ാം രാശിയിലാണ്. അസുഖങ്ങളും വഴക്കുകളും ബഹളവും ഉദരസംബന്ധമായ രോഗങ്ങളും പറയുന്നുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുന്നതായി കാണുന്നില്ല. കുജൻ്റെ കർക്കിടകവാസം പാപത്വം കൂടുന്നു. ബുധൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വൃശ്ചികരാശിയിലെ വാസം, അതായത് 8-ാമത്തെ രാശി, ഗുണഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പുത്രന് സുഖം, ധനം ലഭിക്കാം, മനസ്സമാധാനം ലഭിക്കാം. ബുധൻ്റെ വൃശ്ചികവാസം ശുഭത്വം നൽകുന്നു. അതുകൊണ്ട് ഗുണഫലങ്ങളെല്ലാം ലഭിക്കുന്നു. ഇനി 24-1-2025 ബുധൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നു. അതായത് 9-ാമത്തെ രാശിയിൽ. സൂര്യനും അവിടെ നിൽക്കുന്നു. വാദം മുതലായ രോഗങ്ങൾ വരാൻ സാധ്യത കുറയുന്നു. ഗുണകരമായ പലതും ലഭ്യമാകുന്നു. ആയതിനാൽ ഈ യോഗം, ബുധ-സൂര്യയോഗം, ഗുണകരമായ ഫലങ്ങൾ നൽകുന്നു. ഗുരു ഇടവൻ രാശിയിൽ, അതായത് 2-ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. ഗുണഫലങ്ങൾ ഏറെയുണ്ട്. ധനലാഭം, ഏതെങ്കിലും വഴിക്ക് പണം ലഭിക്കാം. ശത്രുക്കളുടെ ശല്യം കുറയാം. ഭാര്യാസുഖം ലഭിക്കും. ഭാര്യയുമായി പിണക്കത്തിലായിരിക്കുന്നവർ യോജിക്കും. പക്ഷേ ഇവിടെ ഗുരുവിൻ്റെ സ്ഥിതി, ഇടവൻ രാശി ഗുരുവിന് ശത്രുക്ഷേത്രമാകയാൽ മോശഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയാകുന്നു. ഗുരു പാപഗ്രഹമായി അവിടെ മാറുകയാണ്. ആയതിനാൽ ഈ ദോഷം നിങ്ങൾ കണക്കിലെടുത്ത് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. വീട്ടിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്താൽ ഇത് മാറ്റി എടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ. ശുക്രൻ 28-12-2024 വരെ 10-ാം രാശിയിൽ, അതായത് മകരരാശിയിൽ നിൽക്കുന്നു. ഈ സ്ഥിതി വളരെ മോശമാണെങ്കിലും സൂക്ഷിച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കാം. കലഹം, വഴക്ക്, അടി, കേസ് ഇതെല്ലാം സൂക്ഷിച്ചില്ലെങ്കിൽ വരുന്നതാകുന്നു. സൂക്ഷിക്കുക. വലിയ പ്രശ്നം വരുവാൻ തുടങ്ങും മുമ്പേ ശുക്രൻ 28-12-2024 11-ാം രാശിയിലേക്ക്, അതായത് കുംഭരാശിയിലേക്ക് സംക്രമിക്കുന്നു. അവിടെ മിത്രമായ ശനീശ്വരൻ തൻ്റെ മിത്രത്തെ സ്വീകരിച്ച് സുഹൃത്ത് ബന്ധം പങ്കുവയ്ക്കുന്നു. ശനീശ്വരൻ്റെ പാപത്വം കുറഞ്ഞിരിക്കുന്നതിനാൽ ശുക്ര-ശനീശ്വര യോഗം വളരെ വിശേഷമാകുന്നു. ഇനി ശനീശ്വരൻ കുംഭത്തിൽ 11-ാം രാശിയിൽ നിൽക്കുന്നതിനാൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാം, വിവാഹ നിശ്ചയം നടക്കാം, ധനലാഭവും കിട്ടും. രാഹു 12-ൽ, അതായത് മീനരാശിയിൽ മോശഫലങ്ങളാണ്. കാര്യങ്ങൾക്ക് തടസ്സവും ഗൃഹപ്രവേശന നടക്കാതിരിക്കുകയും, അതായത് പിന്നെ ഗൃഹനിർമ്മാണത്തിൽ നഷ്ടം വരികയും മനസ്സമാധാനം കുറയുകയും ശത്രുക്കൾ ഉപദ്രവം നടത്തുകയും ചെയ്യാം. എന്നാൽ കേതുവിൻ്റെ 6-ാമത്തെ രാശി കന്നിരാശിയിൽ ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. വീട് പണി പൂർത്തിയാകും, പാല് കാച്ചു നടക്കും, വാടക വീട് വേണമെന്നുള്ളവർക്ക് നല്ല വാടക വീട് ലഭിക്കും, മനസ്സമാധാനം ലഭിക്കും, ശത്രുശല്യം കുറയും. മൊത്തത്തിൽ ഫലങ്ങൾ കൂട്ടിക്കുറച്ച് നോക്കിയാൽ മേടം കൂറുകാർക്ക് അധികം പ്രയാസമില്ല, നല്ല ഫലങ്ങൾ ലഭിക്കും. ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. അതാത് കാലങ്ങളിലെ മോശാവസ്ഥയെയും ഗുണാവസ്ഥയെയും സൂചിപ്പിക്കുന്നു. മുൻകൂട്ടി നമ്മെ അറിയിക്കുകയും ചെയ്യുന്നു. മോശാവസ്ഥകളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളതാണ് പ്രധാന കാര്യം. ഇവിടെ ചൊവ്വയും ഗുരുവും രാഹുവും മോശഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ആയതിനാൽ സുബ്രഹ്മണ്യ സ്വാമിയെയും മഹാവിഷ്ണുവിനെയും ദുർഗാദേവിയെയും ശരണം പ്രാപിക്കുക. ഭഗവാന്മാരും ഭഗവതിമാരും ആ പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് നന്മ നൽകും. ദിനവും 20 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ ഉറപ്പാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും വാസ്തുപരമായതും രുദ്രാക്ഷ ധാരണത്തിനും രത്നധാരണത്തിനുമുള്ള നിങ്ങളുടെ സംശയം മാറുന്നതിന് എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. നന്ദി, നമസ്കാരം.